നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടാഗീസ് എഡ്യൂക്കേറ്റിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന അമ്പുകുത്തി ഹിൽസ് എവിടെയാണെന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അമ്പുകുത്തി ഹിൽസ് നമ്മൾ പഠിച്ചിരുന്നു. ഇടയ്ക്കൽ ഗുഹയുടെ അടുത്താണ്, ഇടയ്ക്കൽ കേവിൻ്റെ അടുത്താണ് അമ്പുകുത്തി ഹിൽസ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇടയ്ക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. അപ്പോൾ അമ്പുകുത്തി ഹിൽസും വയനാട്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇതൊരു PSC ബേസ്ഡ് ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൽ കേവ് എവിടെയാണെന്ന് പലവട്ടം PSC ചോദിച്ചിട്ടുണ്ട്. LD ക്ലർക്കിനാണെങ്കിലും പോലീസ് കോൺസ്റ്റബിളിനാണെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അമ്പുകുത്തി ഹിൽസ് ഇതുപോലെ തന്നെ ഡിഗ്രി ക്ലാസ്സുകളിലെ ചോദ്യങ്ങൾക്കും ഇതുപോലെ തന്നെ LDC തുടങ്ങിയ PSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. അമ്പുകുത്തി ഹിൽസ് എവിടെയാണെന്ന് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ നമ്മളത് പഠിച്ചു. എടയ്ക്കൽ കേവിൻ്റെ നിയറാണത്. അതുപോലെ തന്നെ അമ്പുകുത്തി ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദി ഇടയ്ക്കൽ കേവ്. ബോത്ത് ആർ ലൊക്കേറ്റഡ് ഇൻ വയനാട് ഡിസ്ട്രിക്ട്. കേരളത്തിലെ വയനാട് ഡിസ്ട്രിക്റ്റിലാണ് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ പത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ PSC അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സിവിൽ സർവീസ് എക്സാം എഴുതുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വാർത്തകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. സോ ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ടൈംസ് എന്നാണ്. ടെസ്റ്റിംഗ് ടൈംസ് The doubling time for cases Telangana and Kerala has slowed down 67.3 and 38.9 days recently. Cases have doubled in 9.2 and 8.7 days in Gujarat and Maharashtra, but they are better off in terms of testing, unlike Madhya Pradesh and Uttar Pradesh. Chart compares time taken for cases of double with the number of. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ കേസസ് വളരെ കുറയുന്നുണ്ട്. ഓരോ ദിവസവും പോകുന്തോറും കേസസ് വളരെ കൺട്രോൾഡാണ്, കുറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട് എങ്കിലും കേസസ് കുറവാണ്. പക്ഷേ തെലുങ്കാനയിൽ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്രയിൽ കേസസ് ഡബിൾ 10 മടങ്ങായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 മടങ്ങ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് ഉള്ള രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഗുജറാത്ത് എന്നീ സ്ഥലങ്ങൾ. പക്ഷേ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഈ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ടെസ്റ്റുകൾ കുറവാണ്. സോ ഇതെങ്ങനെയാണ് നിങ്ങളുടെ മിക്കവാറും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതുന്ന, സിവിൽ സർവീസ് എക്സാം എഴുതുന്നവർക്കായിരിക്കും. സോ ഇതൊരു നമ്മുടെ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളുടെ ഒരു കേപ്പബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. സോ കേപ്പബിലിറ്റി ഓഫ് ടെസ്റ്റിംഗ് ദി കൊറോണ വൈറസ്. ദീസ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഫാർ ബെറ്റർ ദാൻ അതർ സം സ്റ്റേറ്റ്സ് ലൈക്ക് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളെക്കാട്ടിയും ബെറ്ററാണ്. കാരണം അവിടെ ടെസ്റ്റിംഗ് വളരെ കുറവാണ്. സോ നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെ ടെസ്റ്റിംഗ് കുറവ് വരുന്നത്, എന്തുകൊണ്ടാണ് അത്രത്തോളം ടെസ്റ്റിംഗ് ഇവിടെ നടക്കാത്തത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സോ അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളിലുള്ള ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ സംസ്ഥാനങ്ങളിലും ഇത്ര ലക്ഷം അല്ലെങ്കിൽ 1000 പേർക്ക് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇത്ര പേർക്ക് ഇത്ര ഡോക്ടേഴ്സ് വേണം, ഇത്ര രോഗികൾക്ക് ഇത്ര ഡോക്ടേഴ്സും ഇത്ര നേഴ്സും ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടായിരിക്കണം എന്ന് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഈ ചെറിയൊരു ഗ്രാമത്തിൽ
അവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം എന്താണ് ഒരു ചെറിയൊരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നെടുമൺകാവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ആ നെടുമൺകാവ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഏകദേശം 3-4 ഡോക്ടേഴ്സാണ് ഉള്ളത്. ഏകദേശം 1 മണി വരെ എന്താണ് ഇതുണ്ട്, OP ഉണ്ട്. അപ്പം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം അവിടെ ഡോക്ടേഴ്സ് എന്താണ്, OP ഡോക്ടേഴ്സ് എന്താണ് 4-5 ഡോക്ടേഴ്സ് അവിടെ നിലവിലുണ്ട്. അപ്പോൾ എന്താണ് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഇവിടെയുള്ളത് ഇത്ര ലക്ഷം രോഗികൾ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ രോഗികൾ അല്ലെങ്കിൽ എത്ര ലക്ഷം ഒരു പഞ്ചായത്തിൽ ഇത്ര അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ ഇത്രയും ആൾക്കാരുണ്ടായിരിക്കും. അത്രയും ആൾക്കാർക്ക് വേണ്ട ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി, ആരോഗ്യ പ്രവർത്തകരുടെ അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. ഏകദേശം എന്താണ് ഒരു 2 ഭാഗം ഇവിടെ ഉണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുക, കേരളത്തിൽ ഏകദേശം ഏറെക്കുറെ ഇങ്ങനെയാണ് പോകുന്നത്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം, കാസർഗോഡ് ജില്ല അതുപോലെ തന്നെ മറ്റു വയനാട് പോലുള്ള ജില്ലകളിൽ മാത്രമാണ് ഏകദേശം ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ വളരെ കുറവ്. പാലക്കാട് ജില്ല എന്നിവിടെയൊക്കെയാണ് ഈ കുറവ് കാണുന്നത് ബേസിക്കലി ഇൻ കേരള. ബട്ട് വി കമ്പയർ ടു കേരള ടു അതർ സ്റ്റേറ്റ്സ്. ഫോർ കേരള അതുപോലെ തന്നെ ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ആരോഗ്യ പ്രവർത്തനം, ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾ ആരോഗ്യ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം, പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ ബെറ്ററാക്കി കൊണ്ടുവരാം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. നമ്മളതിനെക്കുറിച്ചൊരു നമ്മളുടേതായ ഒരു അഭിപ്രായം എഴുതേണ്ടി വരും. കാരണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിവിൽ സർവീസ് എക്സാം പോലുള്ള പരീക്ഷകളിൽ നമ്മളുടെ ഒരു റിട്ടൺ എക്സാം കൂടിയുണ്ട്. ഈ റിട്ടൺ എക്സാമിൽ നമുക്ക് നമ്മുടേതായ ചില ആശയങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടേതായ കുറേ ആശയങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയണം. എന്തൊക്കെ ചെയ്യാൻ കഴിയണം? ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ ഒരു കേരള മോഡൽ നമുക്ക് വേണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. മറ്റു സംസ്ഥാനങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. സോ അങ്ങനെ ഒരു ഒരാശയം കാരണമാണ് ഞാനിത് ടെസ്റ്റിംഗ് ടൈംസ് എന്ന് പറയുന്ന വാർത്ത ഞാൻ എടുത്തത്. സോ നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് only 30 lakh found NREGA work in April. ഇതിൻ്റെ ഞാൻ എടുത്തതിൻ്റെ കാരണം NREGA ഒരു പോളിസിയാണ്, ഒരു പ്രോഗ്രാമാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിന് മുമ്പായിട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് ബിക്കോസ് ഓഫ് കൊറോണ വൈറസ് എപ്പിഡമിക് ഇൻ ഇന്ത്യ, സോ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ MNREGA ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ലോസ് ആയിട്ടുണ്ട്. കാരണം MNREGA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ ഒരു വർഷത്തിൽ 100 ദിനങ്ങളാണ് ഒരു ഫാമിലിയിലെ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ആ പോളിസിയുടെ എന്നുവെച്ചാൽ ഒരു വർഷം 100 ദിവസങ്ങൾ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ദൗത്യം, അല്ലെങ്കിൽ ആ പോളിസി കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. സോ ഇപ്പോഴെന്താണ് കൊറോണ വൈറസ് വന്നതോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ലോക്ക്ഡൗൺ ആയി, വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ പല നിയന്ത്രണങ്ങളും റെഗുലേഷൻസും ഗവൺമെൻറ് ഹാസ് ടേക്കൺ. ഗവൺമെൻറ് പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. Government has implemented some regulation in the society to prevent this ഈ പറയുന്ന കൊറോണ വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് റെഗുലേഷൻ കൊണ്ടുവന്നു. അതുമായിട്ടാണ് ലോക്ക്ഡൗൺ കൊണ്ടുവന്നു, ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ പല റെഗുലേഷൻസ് കൊണ്ടുവന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ MNREGA ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടം സംഭവിച്ചു. അവർക്ക് ഈ പറയുന്ന ദിവസങ്ങൾ അവർക്ക് നൽകുവാൻ കഴിയാതെ പോയി. സോ അതുപോലെ തന്നെ although the center gave explicit instruction to reopen its flagship rural job scheme from April 20th, only 30 lakh people were provided work under the Mahatma Gandhi National Rural Employment Guarantee Act. In April, about 70% of usual അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്
ഇത് ഫ്രണ്ട് പേജിലൊരു ന്യൂസാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാലൻസ് ന്യൂസ് എന്താണ്, ബാലൻസ് ന്യൂസ് ഇതിൻ്റെ 8ാമത്തെ പേജിൽ, ആ പത്രത്തിൽ തന്നെ, ഹിന്ദു പത്രത്തിൽ തന്നെ 8ാമത്തെ പേജിലുണ്ടായിരുന്നു. ഞാൻ അതെടുത്തു. MNRGA family should be given at least 10 days wages as free cash for the loss in the month of April, said economist Ritika Khera, who teaches at the Indian Institute of Management, Ahmedabad. The government asked the private sector to pay workers. Shouldn't they lead by example? സോ ഇതൊന്നും നമുക്ക് വേണ്ട. എന്താണ് MNRGA അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു പ്രോഗ്രാം എന്താണ്, റൂറൽ ഏരിയയിൽ ഉള്ള ജനങ്ങൾക്ക് എന്താണ് ഒരു വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്കീംസ് പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ഫാമേഴ്സ്, ടോമാർ. എന്താണ് ഗവൺമെൻറ് ആക്ഷൻ സഫിഷ്യൻറ്റ് ടു കോപ്പ് വിത്ത് COVID-19 ഇമ്പാക്റ്റ്. ഇത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട, ഫാമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. കാരണം എന്താണ്, COVID-19 വന്നെങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താണ്, ഒരു ഹാർവസ്റ്റ് സീസൺ ആയതുകൊണ്ട് എന്താണ് അവർക്ക് ഹാർവസ്റ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം, അല്ലെങ്കിൽ കൃഷിക്കാർക്ക് അവരെ കൃഷിയിടങ്ങളിൽ പോയി ഹാർവസ്റ്റ് നടത്താനുള്ള അനുമതി നൽകിയിരുന്നു. The government action on behalf of farmers during the lockdown are sufficient to cope with the impact of COVID-19, according to Agriculture Minister Narendra Singh Tomar. Flashing for the crop insurance income support already provide enough support. Mr. Tomar told me diapersons of media person on Wednesday. When asked about the need for the relief package, farmers in fact of he instituted. ഇത് നിങ്ങൾക്കിത് എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കുക. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് MSP ആണ്, മിനിമം സപ്പോർട്ട് പ്രൈസാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നുവെച്ചാൽ കൃഷിക്കാർക്ക്, ഫാമേഴ്സിന് പലപ്പോഴായിട്ട് എന്താണ് ഈ പറയുന്ന ഒരു നഷ്ടം സംഭവിക്കാറുണ്ട്. കാരണം അവർ ഈ ചിലപ്പോൾ ഫ്ലഡ്, ഡിസാസ്റ്റർ, അങ്ങനെ പല കാരണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എന്താണ് ഈ പറയുന്ന ഈ എല്ലാം കൂടെ എന്താണ് പ്രൊഡക്ഷൻ കൂടുമ്പോഴും, നമ്മളെ വിളവെടുപ്പ് കാലമാകുമ്പോൾ എല്ലാം വിളവെടുത്ത് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ എന്താണ് പ്രൈസ് കുറയും. കാരണം എന്താണ്, സപ്ലൈ കൂടുതലാണ്. സപ്ലൈ കൂടുമ്പോൾ എന്താണ്, അതുകൊണ്ടാണ് പലരും സപ്ലൈ കൂടാതിരിക്കാൻ വേണ്ടി ഇവർ പൂഴ്ത്തി വെക്കുന്നത്. ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടും പല ആൾക്കാരും എന്താണ് സാധനങ്ങൾ പൂഴ്ത്തി വെക്കാറുണ്ട്. എന്താണ്, സപ്ലൈ കുറഞ്ഞിട്ട് ഇതിൻ്റെ ഡിമാൻഡ് കൂടിയിട്ട് ഇതിൻ്റെ പ്രൈസ് കൂടാനായിട്ട്. സോ ചില സമയത്ത് ഈ സപ്ലൈ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് സപ്ലൈ ഒരുപാട് ഉണ്ടായിട്ട് എന്താണ് ഇതിൻ്റെ വില കുറയും. അങ്ങനെ ചീപ്പ് റേറ്റ് ആകുമ്പോൾ എന്താണ് കർഷകർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ 20 രൂപ ഇരുന്ന ഉള്ളി ചിലപ്പോൾ 20 രൂപ 30 രൂപയൊക്കെ കിട്ടിയിരുന്ന ഉള്ളിക്ക് എന്താണ് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത്, എല്ലാം കൂടെ ഒരു പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ 2 രൂപ 5 രൂപയൊക്കെ ആവും. ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഒരു 5 മാസത്തിനോ 6 മാസത്തിനോ ഒക്കെ മുമ്പ്, 5-6 മാസത്തിന് മുമ്പാന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല, ഇങ്ങനെ ഉള്ളിയുടെ വില 2 രൂപ വരെ എത്തിയിരുന്നു. 2 രൂപ എത്തിയതുകൊണ്ട് എന്താണ് കർഷകരെന്താണ് അവരത് കൊണ്ടുവന്നിട്ട് റോഡിൽ നിരത്തുകയാണ് ചെയ്തത്. റോഡിൽ ഇങ്ങനെ ഉള്ളിയെല്ലാം കൂടെ റോഡിലിട്ടിട്ട് അവരത് കളയുകയാണ് ചെയ്തത്. അതൊരു പ്രതിഷേധമായിരുന്നു. സോ അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ആ സമയങ്ങളിൽ ഇതുപോലുള്ള ഡിസാസ്റ്റേഴ്സ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ് എന്താണ് ഒരു മിനിമം പ്രൈസ് അവർക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഒരു മിനിമം പ്രൈസ് നൽകും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു ഉള്ളിക്ക് എന്താണ് 30 രൂപ പ്രൈസ് ഉണ്ടായിരിക്കെ അതെന്താണ് നഷ്ടപ്പെട്ടിട്ട് 2 രൂപ 5 രൂപയൊക്കെ ആവുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യും, ആ വില പിടിച്ചു നിർത്താൻ വേണ്ടി ഗവൺമെൻറ് ഇവരെ നിന്ന് പർച്ചേസ് ചെയ്യും. ഡയറക്റ്റായിട്ട് ഈ കർഷകരെ നിന്ന് ഗവൺമെൻറ് പർച്ചേസ് ചെയ്യും. ഗവൺമെൻറ് എത്ര രൂപയായിരിക്കും, ചിലപ്പോൾ ഒരു 20 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യും. നല്ലൊരു റേറ്റിൽ പർച്ചേസ് ചെയ്തിട്ട് അതെന്താണ് ഒരു 25 രൂപ റേറ്റിൽ വിൽക്കും. അതൊരു ഈ പ്രൈസ് കുറയുന്നത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, കർഷകർക്ക് ഒരു ആശ്വാസം ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ബമ്പർ പ്രൊഡക്ഷനൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂടുന്ന സമയത്തെയാണ് ബമ്പർ പ്രൊഡക്ഷൻ. ഡ്യൂറിങ് ദി ബമ്പർ പ്രൊഡക്ഷൻ ടൈം ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റീസ്, ദ പ്രൈസ് ഓഫ് ദി
ഫാമേഴ്സ് പ്രൊഡക്റ്റ് വിൽ ബി ഡിക്രീസ്. ബിക്കോസ് എന്താണ്, ഹൈ ബമ്പർ പ്രൊഡക്ഷനാണ്. എന്താണ്, ഉള്ളി എന്താണ് കണ്ടമാനം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, അത് ആവശ്യത്തിൽ കൂടുതൽ എന്താണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഡിമാൻഡ് കുറഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് കുറയാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്രോപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയോ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയോ ഫ്ലഡോ ഡിസാസ്റ്ററോ കാരണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രൈസ് ഡിക്രീസ് കാരണം കർഷകന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ എന്താണ്, ഗവൺമെൻറ് ആ പൈസ എന്താണ് ഈ പറയുന്ന ഒരു ഇൻഷുറൻസ് നൽകും. അത് ഈ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പോലും ഒരു ഇൻഷുറൻസ് തുക, താൽക്കാലിക ആശ്വാസത്തേക്ക് എന്താണ് ഒരു ഇൻഷുറൻസ് തുക ഇവർക്ക് നൽകും. സോ അതാണ് ഈ ക്രോപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്രോപ്പ് ഇൻഷുറൻസിന് ഒരു പേരുണ്ടെന്ന് അറിയാമല്ലോ, ഈ ഫസൽ ബീമ യോജന. പ്രൈം മിനിസ്റ്റർ ഫസൽ ബീമ യോജന എന്താണ്, അതൊരു ക്രോപ്പ് ഇൻഷുറൻസ് ആണ്. നമ്മളുടെ ഈ പറയുന്ന ഡിസാസ്റ്റർ വരികയോ ഫ്ലഡ് വരികയോ അങ്ങനെ പ്രൈസ് ഡിക്ലൈൻ വരികയോ സംഭവിക്കുമ്പോൾ നൽകുന്ന ഒരു ക്രോപ്പ് ഇൻഷുറൻസ് ആണ് പ്രൈം മിനിസ്റ്റർ ഫസൽ ബീമ യോജന, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്നൊക്കെ പറയാം. ഇതൊരു പോസ്റ്റ് ഹാർവസ്റ്റ് ലോസിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്തയായിട്ട് എനിക്ക് തോന്നിയത്. സോ അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ റെഗുലേറ്റിംഗ് അക്കാഡമിക്സ് ഇൻ നാഷണൽ പബ്ലിക് ഇൻട്രസ്റ്റ്. സുപ്രീം കോടതി ഈയിടയ്ക്ക് ഇത് പറഞ്ഞതാണ്, റെഗുലേറ്റിംഗ് അക്കാഡമിക്സ് ആൻഡ് ഇമ്പോസിംഗ് റീസണബിൾ റെസ്ട്രിക്ഷൻ ടു എൻഷുർ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ആർ ഇൻ നാഷണൽ ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. എ 3-judge bench of the Supreme Court ruled, holding that the National Eligibility Cum Entrance Test (NEET) is mandatory for admission to medical colleges run by religious and linguistic minority communities. എന്താണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി റൂൾ ചെയ്ത പുതിയൊരു ആശയമാണ് വെച്ചാൽ റൂളാണ്. സുപ്രീം കോടതി എന്താണ് പറയത്തില്ല, കാരണം റൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി ഒരു പുതിയ കൽപ്പനയാണ് എന്താണ്, ഈ പറയുന്ന റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് റൺ ചെയ്യുന്ന മെഡിക്കൽ കോളേജിലേക്കുള്ള അഡ്മിഷൻ എന്താണ്, നീറ്റ് കമ്പൽസറി ആക്കാൻ പോവുകയാണ്. നീറ്റ് എന്താണ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് സുപ്രീം കോടതി ഇടപെട്ട്. സോ എന്താണ് അപ്പം സുപ്രീം കോടതി പറയുന്നത് വെച്ചാൽ ഈ നീറ്റ് പരീക്ഷ എന്താണ്, ഈ പറയുന്ന മൈനോറിറ്റി, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് എന്താണ് ഡോക്ടേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഡെൻ്റൽ ഡോക്ടേഴ്സ് കാണും, പല സർജൻ, അങ്ങനെയൊക്കെ പല ഡിവിഷൻ കാണും. അപ്പോൾ ഈ ഡോക്ടേഴ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ എന്താണ്, മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. മനുഷ്യൻ്റെ ജീവൻ വെച്ചാണ് എന്താണ് ഈ ഡോക്ടേഴ്സ് പോകുന്നത്. അപ്പം ഡോക്ടേഴ്സിന് അതുമായിട്ടുള്ള ഒരു നല്ല അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഡോക്ടർ പദവി ലഭിക്കാൻ വേണ്ടി കോടികൾ മുടക്കി കോടികളുള്ളവനൊരിക്കലും എന്താണ് കഴിവില്ലാത്ത ഒരു കോടിപതിക്ക് എന്താണ് ഒരു മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടരുത് എന്നുള്ളൊരു രീതിയിലാണ് എന്താണ് ഈ പറയുന്ന സുപ്രീം കോടതി ഇങ്ങനൊരു റൂൾ കൊണ്ടുവന്നത്. എന്താണ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് ട്രേഡ് ഓഫ് ബിസിനസ് ഈസ് നോട്ട് എ അബ്സല്യൂട്ട്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു റീസണബിൾ റെസ്ട്രിക്ഷൻ in the interest of the students. Community to promote merit, recognition of excellence and to curb the malpractice. A uniform entrance test qualifies the test of proportionality and is reasonable. Justice Arun Mishra wrote for the bench comprising Justice Vineet Saran and M.R. Shah. NEET is intended to check several maladies which corrupt into medical education to prevent capitation fee by admitting student of ഇത് തന്നെയാണ് പറയുന്നത്. നീറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ചെക്ക് സെവറൽ മെലഡീസ് which corrupt into medical education to prevent capitation fee by admitting students which are lower in merit and to prevent exploitation, profiteering and commercialization of education. എന്താണ് ഈ പറയുന്ന നീറ്റ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നതോടുകൂടി എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എന്താണ് ഒരു വിദ്യാർത്ഥിക്ക് ഡോക്ടറാവണമെന്ന് ആഗ്രഹമുണ്ട്, അവന് മെഡിക്കൽ കോളേജ് എന്താണ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് മൈനോറിറ്റി ആണെങ്കിലും ഏതെങ്കിലും ഒരു ലിംഗ്വിസ്റ്റിക്
മൈനോറിറ്റി ആണെങ്കിലും ഏതെങ്കിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ളതാണെങ്കിലും ഏതെങ്കിലും റിലീജിയസ് കമ്മ്യൂണിറ്റി ഉള്ള ആളാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്താണ് ആ നീറ്റ് പരീക്ഷ എഴുതി പാസ്സായതിന് ശേഷമേ എന്താണ് ആ നീറ്റ് പരീക്ഷ എഴുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവനെന്താണ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഇങ്ങനൊരു പരീക്ഷ എന്താണ് അപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒരു മെറിറ്റ് ഇല്ലെങ്കിൽ പോലും എന്താണ് ആ വിദ്യാർത്ഥിക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് ഒരു മെഡിക്കൽ കോളേജിൽ പരീക്ഷ എഴുതാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ട് പഠിക്കാൻ കഴിയും അല്ലേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ് ഓരോ ഡോക്ടേഴ്സും ചെയ്യുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് പൈസയുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ ബലം കൊണ്ടൊരിക്കലും ഒരാൾക്ക് ഡോക്ടറാവാൻ കഴിയരുത്, അങ്ങനെ ഒരു ഡിഗ്രി എടുക്കാൻ കഴിയരുത് എന്നാണ് സുപ്രീം കോടതിയുടെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സുപ്രീം കോടതി ചിന്തിച്ചിട്ടുണ്ടാവുക. സോ ഇതുകൊണ്ട് എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, പ്രോഫിറ്റിയറിങ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. പണം ഉണ്ടാക്കുക എന്നുള്ളൊരു മാത്രം അജണ്ട എന്താണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾക്ക് പണം ഉണ്ടാക്കുക എന്ന് മാത്രം മെഡിക്കൽ കോളേജുകൾക്ക് പണം ഉണ്ടാക്കുക എന്ന് മാത്രമുള്ള അജണ്ട, ഒരു കൊമേഴ്ഷ്യലൈസേഷൻ പ്ലാൻ അതെന്താണ് അങ്ങനെയൊന്നും ഈ നീറ്റ് പരീക്ഷ വരുന്നതോടെ കുറേയൊക്കെ ശമനം ഉണ്ടാകുമെന്നാണ് എന്താണ് സുപ്രീം കോടതി വിചാരിക്കുന്നത്. The court said minority institutions were equally bound to comply with the conditions imposed under the law. The regulations, including admission through NEET, were neither divisive or disintegrative. They were necessary. എന്താണ് ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ് ഈ പറയുന്ന എല്ലാ റെഗുലേഷനും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എല്ലാ റെഗുലേഷനും അനുസരിച്ചിരിക്കണം. ആ റെഗുലേഷൻ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് എന്താണ് ഈ കാര്യത്തിൽ എന്താണ് ഒരു ഇളവും തരുവാൻ അല്ലെങ്കിൽ ഒരു ഇളവും നൽകുവാൻ കഴിയുകയില്ല. സോ അടുത്ത ഒരു വാർത്ത എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് വെങ്കയ്യ ഹോപ്സ് ടു ഹോൾഡ് മൺസൂൺ സെഷൻ. സോ വെങ്കയ്യ ഹോപ്സ് ടു ഹോൾഡ് മൺസൂൺ സെഷൻ. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ മൺസൂൺ സെക്ഷൻ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് എന്താണ് മൺസൂൺ സെക്ഷൻ ഈ ജൂലൈയിൽ തുടങ്ങാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ദ ബഡ്ജറ്റ് സെക്ഷൻ ഓഫ് പാർലമെൻറ്റ് എൻഡഡ് അബ്രപ്റ്റ്ലി ഓൺ March 23 ആൻഡ് മൺസൂൺ സെക്ഷൻ ഈസ് ഷെഡ്യൂൾഡ് ഫോർ ജൂലൈ. സോ ഇത് എന്താണ് അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ നായിഡു ഓഫീസ് ദ വൈസ് പ്രസിഡന്റ് സ്പോക്സ് ടു 241 ഓഫ് ദ 245 രാജ്യസഭ മെമ്പേഴ്സ്. എന്താണ് ടോട്ടൽ 245 മെമ്പേഴ്സാണ് രാജ്യസഭയിൽ നിലവിലുള്ളത്. 250 വരെ ആകാം. സോ പക്ഷേ ഇപ്പം നിലവിൽ 245 പേരേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു വെച്ചാൽ ഈ പറയുന്ന എങ്ങനെയാണ് മൺസൂൺ സെക്ഷൻ എന്ന് പറയുന്നത് ജൂലൈയിൽ ആരംഭിക്കുന്ന പാർലമെൻറ്റ് സെക്ഷനെയാണ് മൺസൂൺ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ സെക്ഷൻ അതുപോലെ തന്നെ ഡിഫറൻറ്റ് സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യണം. ഡിഫറൻറ്റ് സെക്ഷൻ ഇൻ പാർലമെൻറ്റ് അത് തന്നെ ഡിഫറൻറ്റ് സെക്ഷൻ ഇൻ പാർലമെൻറ്റ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ചിലപ്പോൾ PSC പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഉദ്ധവ് സ്പീക്സ് ടു മോഡി ഓൺ MLC നോമിനേഷൻ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ PM says he will collect details. മഹാരാഷ്ട്ര ക്യാബിനറ്റ് സൊല്യൂഷൻ ഇസ് പെൻഡിങ് വിത്ത് ഗവർണർ കോഷ്യാരി. ഇപ്പം നിലവിൽ ഉദ്ധവ് താക്കറെ അദ്ദേഹം ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമല്ല. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഭഗത് സിംഗ് കോഷ്യാരി എന്ന് പറയുന്ന ലീഡറൊക്കെ ചേർന്നിട്ട് അദ്ദേഹത്തിനെ ഈ പറയുന്ന മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് നാമനിർദ്ദേശം നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഉദ്ധവ് താക്കറെ ഈ ഒരു 6 മാസത്തിനുള്ളിൽ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹം ചീഫ് മിനിസ്റ്ററാണ് മഹാരാഷ്ട്രയുടെ. അപ്പോൾ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരിക്കെ അദ്ദേഹം ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമല്ല. അപ്പോൾ അദ്ദേഹം 6 മാസത്തിനുള്ളിൽ ഉദ്ധവ് താക്കറെ ഈ പറയുന്ന മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലെ മെമ്പർ ആയില്ലെങ്കിൽ
അദ്ദേഹത്തിന് എന്താണ് ചീഫ് മിനിസ്റ്റർ പദവി ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ചീഫ് മിനിസ്റ്റർ പദവി എന്താണ് അദ്ദേഹം വിഡ്രോ ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ ഭരണഘടനാ നിയമമാണ്. അപ്പം അത് നിങ്ങൾ ദയവായി ചെക്ക് ചെയ്യണം. എന്താണ് ഈ 6 മാസത്തെ കണക്ക് എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. കാരണം അദ്ദേഹം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ അല്ലാത്തത് കാരണം എന്താണ് 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും എന്താണ് ഈ സഭയിൽ മെമ്പർ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർ പദവി വിഡ്രോ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പറയുന്ന ഭഗത് സിംഗ് കോശ്യാരി എന്താണ് ഈ ഗവർണർക്ക് ഇത് നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കത്തെഴുതിയിരുന്നു. പക്ഷേ എന്താണ് ഗവർണർ അത് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വീറ്റോ പവർ നിങ്ങൾക്ക് നോക്കാം. ഗവർണർക്ക് എന്താണ് ഈ പറയുന്ന ഗവർണർക്ക് എന്താണ് ഒരു കാര്യം എന്താണ് അവർക്കത് വീറ്റോ പവറിൻ്റെ അധികാരത്തോടു കൂടി എന്താണ് അത് ഇങ്ങനെ താമസിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ കൈ വെച്ചുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻറ്റിന് അനുമതി കൊടുക്കണമായിരിക്കാം. ചിലപ്പോൾ അത് എന്താണ് ഈ ഗവർണർ നിന്നുകൊണ്ട് എന്താണ് ഭരണഘടനാ പ്രകാരം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ് ഒരു ചീഫ് മിനിസ്റ്റർ ഒരാൾക്ക് എന്താണ് ഒരു ലോക്സഭാ മെമ്പർക്കോ അല്ലെങ്കിൽ ഈ ലോക്സഭയോ അല്ലെങ്കിൽ രാജ്യസഭ മെമ്പറോ ആകണമെന്നില്ല. അദ്ദേഹത്തിന് എന്താണ് ചീഫ് മിനിസ്റ്റർ ആകാം. ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തിയായിരിക്കും, അവരെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരിക്കും എന്താണ് ഈ പറയുന്ന ചീഫ് മിനിസ്റ്റർ ആകുന്നത്. ഒരു സംസ്ഥാനത്ത് എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഉടനീളമുള്ള സംസ്ഥാനങ്ങളിൽ ഈ 2 സാധനവുമില്ല. എന്നുവെച്ചാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഈ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സംസ്ഥാനം, ഇത് രണ്ടും ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ പറയുന്ന പാർലമെൻറ്റ് മെമ്പറല്ല. എന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ കൗൺസിലോ ഒരംഗമല്ല. പക്ഷേ അദ്ദേഹമാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാം. പക്ഷേ എന്താണ് 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ അംഗമായിരിക്കണം. ഏതെങ്കിലും ഒരു അസംബ്ലിയിലോ കൗൺസിലോ എന്താണ് 6 മാസത്തിനുള്ളിൽ അംഗമായിരിക്കണം. അല്ലെങ്കിൽ അംഗമായില്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർ പദവി ഒഴിയേണ്ടി വരും. അതുപോലെ തന്നെയാണ് പ്രൈം മിനിസ്റ്ററിന് ഇതുപോലെ തന്നെയാണ് 6 മാസം സമയം കൊടുക്കും. മെമ്പർ അല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ ആവാം. പക്ഷേ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സഭയിൽ അംഗം ആയിരിക്കണം. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പദവി ഒഴിയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിത് ഇതിനകത്ത് ഉണ്ട്, ആ ഒരു കണ്ടൻറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. സോ നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. സോ അദ്ദേഹം പറയുന്നത് മിസ്റ്റർ താക്കറെ വാസ് സോൺ ഇൻ ഓൺ November 28 ആൻഡ് ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എ മിനിസ്റ്റർ ഹാസ് ടു ബിക്കം എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് വിത്തിൻ 6 months. ഏതെങ്കിലും ഒരു ഹൗസിൽ 6 മാസത്തിനുള്ളിൽ ഒരു മെമ്പർ ആയിരിക്കണം. ഹി ഓർ ഷീ ഷുഡ് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് വിത്തിൻ 6 months. ഒരു 6 മാസത്തിനുള്ളിൽ ഒരു മെമ്പർ ആയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു നിർദ്ദേശം. സോ അടുത്ത വാർത്ത എന്ന് പറയുന്നത് എനിക്ക് പ്രധാനപ്പെട്ടായിട്ട് തോന്നിയത് ഹൈക്കോർട്ട് സീക്സ് ടു എക്സംപ്റ്റ് ജഡ്ജസ് പേ ഫ്രം ഓർഡർ. ഇത് നമ്മളെ നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഹൈക്കോർട്ട് രജിസ്ട്രാർ ഹൈക്കോടതിയുടെ ജഡ്ജിമാരുടെ ശമ്പളം പിടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, കേരള ഗവൺമെൻറ്റിനോടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ ശമ്പളം പിടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സാധാരണ സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ ശമ്പളം ഇങ്ങോട്ട് തന്നെ തരികയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പിടിക്കാതെ തന്നെ അവരിങ്ങോട്ട് തന്നെ തരികയാണ് ചെയ്യുന്നതാണ് അദ്ദേഹം അവസാനമായിട്ട് അവസാനമായിട്ട് പറഞ്ഞത്. സോ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് രാജ്യത്തുടനീളം വരികയാണെങ്കിൽ, അങ്ങനൊരു നിയമമുണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണെങ്കിൽ ഗവൺമെൻറ് ശമ്പളം ഹൈക്കോടതിയുടെയും നമ്മുടെ MP-യുടെയും MLA-യുടെയും ഒക്കെ ശമ്പളം പിടിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ അതെങ്ങനെയാണ് അവർ പിടിക്കുന്നത്? ഒരു ഓർഡിനൻസിലൂടെ ആയിരിക്കും ഒരു നിയമം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ ഓർഡിനൻസ് ഉണ്ടാകുന്നത്? ഇപ്പം ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലെങ്കിൽ,
ഇപ്പോൾ പാർലമെൻറ്റ് ഇപ്പം 2 സഭകളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താണ് ഇപ്പം എന്താണ് ഈ പറയുന്ന ഗവർണറിലൂടെയാണ് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് എന്താണ് നിയമം ഇറക്കുന്നത്. അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡിനൻസിലൂടെ എന്താണ് ഈ ഗവർണർക്ക് എന്താണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ പൈസ അല്ലെങ്കിൽ പൈസ എടുക്കാനുള്ള അല്ലെങ്കിൽ പൈസ കുറയ്ക്കാൻ ഉള്ള അധികാരമുണ്ട്. ഇത്ര ശതമാനം കുറയ്ക്കാൻ. കാരണം രാജ്യം ഒരു വലിയൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അപ്പോൾ എന്താണ് ഗവർണർക്ക് എന്താണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ഈ പറയുന്ന ജീവനക്കാരുടെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ MP-യുടെ അല്ലെങ്കിൽ MLA-യുടെ ഒക്കെ അവരുടെ സാലറി കുറയ്ക്കാനുള്ള ഇത്ര ശതമാനം കുറയ്ക്കാനുള്ള അധികാരം ഉണ്ട്. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുമ്പോൾ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ രാജ്യം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു വാർത്ത കിട്ടുന്നത് വെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നും ഇന്ത്യക്ക് $150 കോടി എന്താണ് വായ്പയായിട്ട് ലഭിച്ചു എന്നുള്ളതാണ്. സോ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതെന്താണെന്ന് ദയവായി ഗൂഗിളിൽ ചെക്ക് ചെയ്യണം. സോ 1.6 billion at the risk of losing jobs wants ILO. ഇതിനകത്ത് പറയുന്ന ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 1.6 ബില്യൺ എന്താണ് ആൾക്കാരുടെ ജോലി അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയിലാണ് അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് നിൽക്കുകയാണ്. നഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ILO എന്താണ് നമ്മൾ പഠിക്കണം. ILO എന്താണ്? ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷനാണ്. ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷൻ എന്താണ് 1919 എന്താണ് നിലവിൽ വന്നത്. 1919 നിലവിൽ വന്നത്. അതിനുശേഷം 1945 യുണൈറ്റഡ് നേഷൻ എസ്റ്റാബ്ലിഷ് ആയി. അതിനുശേഷം 1946 യുണൈറ്റഡ് നേഷൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ ഏജൻസി ആയിരുന്നു ഏത് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ ഏജൻസി ആയിരുന്നു ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡിലാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഈ പറയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ ഈ 1919 ട്രീറ്റി ഓഫ് വേഴ്സാലിറ്റീസ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്യണം. ട്രീറ്റി ഓഫ് വേഴ്സാലിറ്റീസ് പ്രകാരമാണ് എന്താണ് 1919 ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. സോ അതുപോലെ തന്നെ ഇത് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഈ PSC ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് PSCയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ILO ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്നാണെന്ന് ചോദിക്കാനുള്ള സാധ്യത 1919. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനൊക്കെ ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒരു ചോദ്യത്തിൻ്റെ പാറ്റേൺ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണ് ILO ഈസ് എ ഇൻ്റർനാഷണൽ സ്പെഷ്യൽ ഏജൻസി, ഫസ്റ്റ് സ്പെഷ്യൽ ഏജൻസി എന്ന് ചിലപ്പം വരും. അപ്പോൾ അത് ശരിയാണ് ഉത്തരം. അപ്പോൾ അതൊരു എന്താണ് 3 ആൻസേഴ്സ് കാണും. അതിനകത്ത് ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ which is the above, what are the statement which are given above are correct. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചുകൊണ്ട് ഇറ്റ് വാസ് എന്താണ് എസ്റ്റാബ്ലിഷ് ഇൻ 1946. ILO വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1946 എന്ന് വരും. ആൻഡ് ഇറ്റ് വാസ് എ ഫസ്റ്റ് സ്പെഷ്യൽ ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻ എന്ന് വരും. അതുപോലെ തന്നെ എന്താണ് വേറെ എന്തെങ്കിലും ഭാഗമായിട്ട് എന്തെങ്കിലും വരും. അപ്പോൾ എന്താണ് ഈ പറയുന്ന 1919 ഇത് എസ്റ്റാബ്ലിഷ്, 1946 1946 യുണൈറ്റഡ് നേഷൻ്റെ സ്പെഷ്യൽ ഏജൻസി, ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, സോറി അത് പോയി. Study on China dams brings the Brahmaputra into focus. Study of China dams bring the Brahmaputra into focus. Structures built on Mekong River altered its natural flow.
അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ന്യൂ സ്റ്റഡി ഹൈലൈറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ചൈനാസ് ഡാംസ് ഓൺ ദ മെക്കോങ് റിവർ ഹാസ് റൈസ്ഡ് ഫ്രഷ് ക്വസ്റ്റ്യൻ ഓൺ വെദർ ഡാംസ് ബീങ് ബിൽട്ട് ഓൺ ദി അതർ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ദി ചൈന സച്ച് ആസ് ബ്രഹ്മപുത്ര മേ സിമിലാരിറ്റി ഇമ്പാക്ട് ഇൻ ദിസ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, ചൈന ഇപ്പം നിലവിൽ എന്താണ് ഒരു ഡാം സ്ഥാപിച്ചിരുന്നു. ഏതാണ്, മെക്കോങ് റിവറിലാണ് ഇത് സ്ഥാപിച്ചത്. ഇതെന്താണ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു നാച്ചുറാലിറ്റി അല്ലെങ്കിൽ ഈ റിവറിനെ സാരമായി ബാധിക്കാനുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻവയോൺമെൻറ്റലിസ്റ്റൊക്കെ ഉണ്ട്. അവർ അവകാശപ്പെടുന്നത് എന്താണ്, ഈ പറയുന്ന ഡാം എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ ഇത് തന്നെ എനിക്ക് തോന്നിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ ചൈന എന്ന് പറയുന്ന സാങ്പോ അറിയാമല്ലോ, സാങ്പോ ആണ്. യർലുങ് സാങ്പോ എന്ന് പറയുന്നത് എന്താണ്, ബ്രഹ്മപുത്ര റിവറാണ്. അതിന് ചൈനയിൽ ടിബറ്റൻ റീജിയനിൽ വിളിക്കുന്ന പേരാണ് സാങ്പോ എന്ന് പറയുന്നത്. സോ അത് പലപ്പോഴും PSC ക്വസ്റ്റ്യനിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയത്, ഈ ചൈനയിലെ ഈ പറയുന്ന ഡാം ബ്രഹ്മപുത്ര, ഈ സാങ്പോ റിവറിൽ, ചൈനയുടെ ഭാഗമായിട്ടുള്ള ബ്രഹ്മപുത്ര റിവറിൽ എന്താണ് അവർ ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഡാമുകൾ എന്താണ്, ഈ നമ്മുടെ മഴക്കാലം ആകുമ്പോഴത്തേക്കും എന്താണ്, ഈ ആസാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലഡും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണം ഈ പറയുന്ന ഡാമുകളാണെന്ന് പൊതുവേ ഒരു പരാമർശമുണ്ട്. കാരണം വെച്ചാൽ ഇവർ ഈ മഴ സമയം കൂടുമ്പം ഈ ഡാമുകളിൽ വെള്ളം ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇവരെന്താണ് ഈ ഡാം തുറന്നു വിടും. അങ്ങനെ തുറന്നു വിടുമ്പോഴെന്താണ് ഈ വെള്ളവും ഇന്ത്യയിലേക്ക് തന്നെയാണ് ഒഴുകുന്നത്. അപ്പോൾ എന്താണ് ഈ നദിയുടെ കപ്പാസിറ്റി എന്താണ്, ആ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒഴുക്ക് കൂടും. അതും നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഫ്ലഡ് പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രധാന കാരണം ഈ ചൈനയുടെ ഒരു അൺസയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഈ പറയുന്ന ഡാം തുറന്നു വിടലാണെന്ന് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് പറയുന്നത് മെക്കോങ് ഫ്ലോസ് ഫ്രം ചൈന ടു മ്യാൻമാർ. എന്താണ് മെക്കോങ് റിവർ ഫ്ലോസ് ചെയ്യുന്നത് എന്താണ്, ചൈന ടു മ്യാൻമാർ ആണ്. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൈന ടു മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡ്, കംബോഡിയ ആൻഡ് വിയറ്റ്നാം ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടാണ് പോകുന്നത്. ദ മെക്കോങ് റിവർ കമ്മീഷൻ വിച്ച് കമ്പയർ കംബോഡിയ, അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ the study released this month said 6 dams built since the commissioning of the Nausadu Dam in 2012 had altered natural flow of the river. The commissioning പിന്നെ പറയുന്നത് വെച്ചാൽ ഇന്ത്യ ഹാസ് ലോങ് എക്സ്പ്രസ് കൺസേൺ ഓവർ ഡാം ബിൽഡിംഗ് ഓൺ ദി ബ്രഹ്മപുത്ര. ഇൻ 2015 ചൈന ഓപ്പറേഷണലൈസ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് അറ്റ് സാങ്മു, while 3 other dams at ഡാഗു, ജെക്സു ആൻഡ് ജിയാച്ച ആർ ബീങ് ഡെവലപ്ഡ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവർ ചൈന അവകാശപ്പെടുന്നതാണ് ഒരു തെളിവുകളും അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട്ലെസ് സ്റ്റഡിയാണ് അവർ പുറത്തുവിടുന്നത്. ഇതുമായിട്ട് ബന്ധമില്ല. ഈ ഡാം നിർമ്മിക്കുന്നത് എന്താണ്, ഹൈഡ്രോ പവർ എനർജി അല്ലെങ്കിൽ ഹൈഡ്രോ പവർ ജനറേഷന് വേണ്ടിയാണിത് ഉപയോഗിക്കുന്നത്. പവർ ജനറേഷന് വേണ്ടിയാണ് അവർ ഡാം കെട്ടുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനെ യാർലുങ് സാങ്പോ, ഇത് ബ്രഹ്മപുത്ര തന്നെയാണ്. ബ്രഹ്മപുത്രയിൽ ചൈനയിൽ ബ്രഹ്മപുത്ര എന്ന നദിയെ വിളിക്കുന്ന പേര് യാർലുങ് സാങ്പോ എന്നാണ്. ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ വാട്ടർ ഷെയറിംഗ് എഗ്രിമെൻറ്റ് വിത്ത് ചൈന. ഇന്ത്യക്കും ചൈനയുമായിട്ടൊരു വാട്ടർ ഷെയർ എഗ്രിമെൻറ്റ് നിലവിൽ ഇതുവരെ ഇല്ല. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ചിലപ്പോൾ സിവിൽ സർവീസ് എക്സാമിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. മ്യാൻമാർ ആർമി ഗിൽട്ട് ഓഫ് റൈറ്റ് അബ്യൂസ്. ഇത് നമ്മൾ നേരത്തെ ഈ അരക്കാർ ആർമി എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. മ്യാൻമാറിലെ ഒരു 2009 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മ്യാൻമാർ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ടീമാണ് ഈ പറയുന്ന അരക്കാർ ആർമി എന്ന് പറയുന്നത്. The Myanmar military must be investigated for possible war crimes and crimes against humanity as a conflict with the rebels in the country's northwest ramps up, United Nations rights experts said on Wednesday. The military is locked in civil war against the Arakan army. Arakan army നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു.
ഇൻഷുറൻസ് ഗ്രൂപ്പ് ഫൈറ്റിംഗ് ഫോർ മോർ autonomy for the ethnic Rakhine Buddhist. ഇത് പറയുന്ന അറക്കൻ ആർമി എന്ന് പറയുന്നത് എന്താണ്? റോഹിംഗ് ഈ പറയുന്ന മ്യാൻമാറിലെ ഒരു 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 എന്താണ് ഒരു ഒരു ടീമാണ്. എന്ന് വെച്ചാൽ ഒരു എന്താണ് ഒരു ഗ്രൂപ്പാണ്. മ്യാൻമാറിലെ ഒരു ഗ്രൂപ്പാണ് അറക്കൻ ആർമി. അത് ചിലപ്പോൾ ചോദിക്കാം, ദ അറക്കൻ ആർമി ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് കൺട്രി എന്ന് ചോദിച്ചാൽ മ്യാൻമാർ ആണ്. സോ ക്യാബിനറ്റ് നോട്ട് ഫോർ സാലറി ഡിഫർമെൻറ്റ് ഓർഡിനൻസ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഓർഡിനൻസ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന സാലറി 30% ഈ സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ 6 ദിവസത്തിലുള്ള സാലറി പിടിക്കാനുള്ള ഒരു നിയമ ഭേദഗതി എന്താണ്? ഓർഡിനൻസിലൂടെ. ഓർഡിനൻസ് ഇറക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ ഓർഡിനൻസ് ഇറക്കിയിട്ട് ഗവർണർ അല്ലെങ്കിൽ എന്താണ് പ്രസിഡൻ്റാണ്. അപ്പോൾ അതിലൂടെ എന്താണ് ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൻ്റെ വലുതായിട്ടൊന്നുമില്ല. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് വാർത്തയാണ്. ബൈ എനി കാൽക്കുലസ് ഇന്ത്യ ക്വാളിഫൈസ് ഫോർ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ പെർമനൻറ്റ് സീറ്റ്. ഇത് യുണൈറ്റഡ് നേഷൻ എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഹിസ്റ്ററി ഓഫ് വേൾഡ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യക്ക് ഇത്രയും ജനങ്ങൾ 138 കോടി ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഇന്ത്യക്ക് എന്തായിട്ട് ഒരു യുണൈറ്റഡ് നേഷനിൽ, അതുപോലെ ഒരു ഡെവലപ്ഡ് നേഷൻ കൂടി, ഒരു ഡെവലപ്പിംഗ് കൺട്രീസാണ്. അതുപോലെ തന്നെ വേൾഡ് എക്കോണമിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ നിൽക്കുന്ന ഒരു എന്താണ് ഫാസ്റ്റ് റണ്ണിങ് എക്കോണമി കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്ക് ഒരു അംഗത്വം ഇപ്പം നിലവിൽ എന്താണ് നോൺ പെർമനൻറ്റ് സീറ്റാണ് ഇന്ത്യക്കുള്ളത്. ഇപ്പം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര അംഗങ്ങളാണുള്ളത്? ടോട്ടൽ 15 മെമ്പേഴ്സാണ്. ഇപ്പോൾ ടോട്ടൽ 15 അംഗങ്ങളാണുള്ളത്. അതിൽ 5 എണ്ണം പെർമനൻറ്റ് മെമ്പേഴ്സും 10 എണ്ണം എന്താണ് നോൺ പെർമനൻറ്റ് മെമ്പേഴ്സുമാണ്. ഈ 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിലെ ഒരംഗമാണ് ഇന്ത്യ എന്നുള്ളത്. സോ അപ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്നത്, ഇന്ത്യ എന്താണ് ഒരു പെർമനൻറ്റ് മെമ്പർ ആക്കണം, ഒരു പെർമനൻറ്റ് മെമ്പർഷിപ്പ് ഇന്ത്യക്ക് നൽകണമെന്ന ആവശ്യമാണ് ഇന്ത്യ ഉന്നയിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ കഴിഞ്ഞ വട്ടം എന്താണ് ചൈന ഇതിനെ എതിർത്തിരുന്നു. ഇന്ത്യയുടെ പെർമനൻറ്റ് മെമ്പർഷിപ്പിനെതിരെ ചൈന എതിർത്തിരുന്നു. കാരണം അവർ പറഞ്ഞത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ അങ്ങനെ ഒരു ട്രീറ്റി ഉണ്ട്, അതിനകത്ത് ഇന്ത്യ അംഗമല്ല. അതുകൊണ്ട് അവർക്ക് പെർമനൻറ്റ് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്നാണ് ചൈന പറയുന്നത്. അപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിനകത്ത് പറയുന്നത് ഇന്ത്യസ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ടു ദ യുണൈറ്റഡ് നേഷൻ റിട്ടയർസ് ഓൺ ട്യൂസ്ഡേ. The diplomat discussed the range of topics related to India at the United Nations, including the country's bid for permanent membership at the Security Council. India due for election to the temporary membership in United Nations Security Council later this year for 2021-22 period. What do you think will be? ഇത് എന്താണ് അദ്ദേഹവുമായിട്ട് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ചെറിയ പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ ഇന്ത്യയുടെ സ്ഥാനം. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? നമ്മൾ പറഞ്ഞ പോലെ 15 മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് 5 പെർമനൻറ്റ് മെമ്പേഴ്സും 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ആദ്യമേ 11 മെമ്പേഴ്സേ ഉള്ളായിരുന്നു. പിന്നീട് എന്താണ് 15 മെമ്പേഴ്സിലോട്ട് നീട്ടിയതാണ്. അപ്പോൾ ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിക്കുക. സോ അതുമായിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കുക. ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഒരു ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അത് പറയുന്നുണ്ട് എന്താണ് 11 മെമ്പേഴ്സായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ അത് 15 മെമ്പറിലോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് who voted in favor of changes was the Republic of China. The only representative at that stage who voted in favor of change was the Republic of China. ചൈനയെക്കുറിച്ചൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീറ്റോ പവർ എന്താണ്, ഈ പെർമനൻറ്റ് മെമ്പേഴ്സ് എന്താണ്
ഈ പെർമനൻറ്റ് മെമ്പേഴ്സായിട്ടുള്ള 5 രാജ്യങ്ങൾക്കും എന്താണ് വീറ്റോ പവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 5 രാജ്യങ്ങൾക്കും എന്താണ് ഇപ്പോൾ 15 മെമ്പേഴ്സും ചേർന്നൊരു പൊതുവായിട്ടൊരു തീരുമാനമെടുത്തു. അപ്പോൾ തീരുമാനമെടുക്കുമ്പോഴെന്താണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം ഈ തീരുമാനത്തിന് എതിരാണെങ്കിൽ അവർക്ക് എന്താണ് വീറ്റോ പവർ യൂസ് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അധികാരമാണ്. സോ അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ നോൺ പ്രോലിഫറേഷൻ ന്യൂക്ലിയർ വെപ്പൺ ട്രീറ്റി എന്ന് പറയുന്നത്. നോൺ പ്രോലിഫറേഷൻ ന്യൂക്ലിയർ വെപ്പൺ ട്രീറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാതെ, അതിൻ്റെ യൂസേജ് ഇല്ലാതെ, അതിൻ്റെ യൂസേജ് ചെയ്യുകയില്ല എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ട്രീറ്റിയാണ്. ഒരുപാട് രാജ്യങ്ങൾ ഒപ്പുവെച്ചുള്ള ട്രീറ്റിയാണ്. ഇന്ത്യ അതിനകത്ത് ഒപ്പുവെച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇതിനകത്തൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷനൊക്കെ മാറ്റാതെ എന്താണ്, വീറ്റോ പവർ എന്ന് പറയുന്നത് തന്നെ ഒരു ഡിസ്ക്രിമിനേഷനാണ്. അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനും ഒരേ വാല്യൂ കൊടുക്കണം. പ്രത്യേക ഒരു 5 മെമ്പേഴ്സിന് എന്താണ് ഒരു വീറ്റോ പവർ, അവർക്ക് പ്രത്യേക അധികാരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ഡിസ്ക്രിമിനേഷനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അടുത്ത വാർത്തയെന്ന് പറഞ്ഞാൽ റുപ്പി റൈസസ് ഓൺ സ്ട്രോങ് ഇക്വിറ്റീസ് വീക്ക് ഡോളർ. എന്താണ് ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ എന്താണ് റുപ്പി ഡോളറിനെതിരെ നല്ലൊരു എമൗണ്ട് കയറിയിട്ടുണ്ട്. അതാണ് വാർത്ത. അപ്പം അതായത് റുപ്പി എങ്ങനെയാണ് ഇപ്പം റുപ്പിയുടെ വാല്യൂ കുറച്ച് കൂടിയിട്ടുണ്ട്. നേരത്തെ ഈ കൊറോണയൊക്കെ ആയിട്ട് ഭാഗമായിട്ട് റുപ്പിയുടെ വാല്യൂ ഒരുപാട് കുറഞ്ഞു പോയായിരുന്നു. ഇപ്പം 80കളിലൊക്കെ എത്തും റുപ്പിയുടെ വാല്യൂ. 2000 അല്ലെങ്കിൽ ഡിസംബറോട് കൂടിയൊക്കെ 80-ലെത്തും എന്നൊക്കെയാണ് പലരും പറയുന്നത്, പല എക്കണോമിക്സും പറയുന്നത്. പക്ഷേ ഇപ്പോൾ 52 പൈസ തിരിച്ച് കയറിയത് എന്തായാലും ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കരുതാം. സോ ഈ പറയുന്ന ബാങ്ക്സ് ബോറോ 2000, അത് നമുക്ക് എന്തായാലും ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ പിന്നീട് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് സമയം കൂടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിനകത്തൊന്നുമില്ല. ബാങ്ക്സ് ബോറോ 2000 crore ഫ്രം RBI മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ ഒരു പുതിയൊരു പ്ലാനുമായിട്ട് RBI വന്നിരുന്നു. 50,000 crore ഓപ്പൺ ടിൽ May 11. ഈ പറയുന്ന ഇന്ത്യയിലെ ബാങ്കുകൾക്ക് RBIയിൽ നിന്നും ഇത്ര രൂപ 50,000 കോടി രൂപ വരെ അവർക്ക് എല്ലാവർക്കുമായിട്ട് കടമെടുക്കുക എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ മാർക്കറ്റിൽ നമ്മുടെ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഓവർകം ചെയ്യാനാണ്. കൊറോണയൊക്കെ നിലവിൽ നമുക്കൊരു എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായിരുന്നു. കൊറോണയോടെ വന്നപ്പോൾ ഒരുപാട് പ്രശ്നമായി. അപ്പോൾ അതിനെ ഒരു മറികടക്കാൻ വേണ്ടി, സാമ്പത്തികമായി മറികടക്കാൻ വേണ്ടിയാണ് ഒരു മണി ഫ്ലോ, ഒരു നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ പൈസ എത്തിക്കുക ബാങ്ക് വഴി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ബാങ്കുകൾ കൂടുതൽ പൈസ അവർക്ക് കിട്ടുമ്പോൾ അവർ ഈ പലിശയൊക്കെ കുറച്ചിട്ട് കൂടുതൽ പൈസ മാർക്കറ്റിലോട്ട് ഇറക്കും. അങ്ങനെ ഒരു സപ്ലൈ കൂടും, മണി സപ്ലൈ, മാർക്കറ്റിൽ സപ്ലൈ കൂടും എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു പുതിയൊരു പ്രോഗ്രാം ഇട്ടേക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഇർഫാൻ ഖാൻ, അദ്ദേഹം മരണപ്പെട്ടു. സോ അദ്ദേഹത്തിന് 3 നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രശസ്തനായ ഒരു